വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്യുന്ന വാർത്തകൾ മിക്കവാറും ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണിപ്പോൾ. പാലക്കാടുണ്ടായ സംഭവം നിങ്ങൾക്കറിയാം. ഒരു അധ്യാപകൻ്റെയും വിദ്യാർത്ഥിയുടെയും ജീവിതം എങ്ങനെയായിരിക്കണം എന്ന് നമ്മൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? അങ്ങനൊരു കഥയാണ് ഇന്ന് സുഭാഷിതത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മലപ്പുറം ജില്ലയിലെ പടിഞ്ഞാട്ടുപടി AM-LP സ്കൂളിലെ അധ്യാപകനായ അബ്ദുൽ മാലിക്കിൻ്റെയും അദ്ദേഹത്തിൻ്റെ ഒരേ ഒരു വിദ്യാർത്ഥിയായിരുന്ന ഇസ്മയിലിൻ്റെയും കഥയാണിത്. ഒരു ഒന്നൊന്നര കഥയാണത് കേട്ടോ. അതെങ്ങനെയാണ് ഒരു അധ്യാപകൻ്റെയും വിദ്യാർത്ഥിയുടെയും കഥ ഇത്രയധികം ലോകശ്രദ്ധ പിടിച്ചു പറ്റിയത് എന്ന് നിങ്ങളിപ്പം ആലോചിക്കുന്നുണ്ടാവും. സംഭവം ഓർമ്മയിലില്ലാത്ത ആളുകൾ തീർച്ചയായിട്ടും ഇത് ആലോചിക്കും. ആ കഥ ഇങ്ങനെയാണ്. 1990കളിലാണ് ഈ കഥ നടക്കുന്നത്. കടലുണ്ടിപ്പുഴയുടെ മറുകരയിലാണ് ഈ സ്കൂള്. നദി നീന്തി കടന്നാൽ മാത്രമേ സ്കൂളിലെത്താൻ പറ്റൂ. യാത്രാ പ്രശ്നം കാരണം കുട്ടികളുടെ എണ്ണം ഓരോ കൊല്ലം തോറും കുറഞ്ഞുകൊണ്ടേയിരുന്നു. ഒടുവിൽ ഒറ്റ കുട്ടി മാത്രമായി സ്കൂളിൽ. കാരണം ഈ കടലുണ്ടിപ്പുഴ നീന്തി അപ്പുറത്ത് പോയി പഠിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല എന്നുള്ളത് കൊണ്ട് കുട്ടികൾ മറ്റുള്ള സ്കൂളുകൾ തേടിപ്പോയി. അവസാനം ഒടുവിൽ ഒറ്റ കുട്ടിയായി. ഇസ്മയിൽ എന്നായിരുന്നു ആ കുട്ടിയുടെ പേര്. 12 കിലോമീറ്റർ സഞ്ചരിച്ചാണ് ഇസ്മയിൽ ഓരോ ദിവസവും സ്കൂളിൽ എത്തിക്കൊണ്ടിരുന്നത്. കുട്ടികളില്ലാഞ്ഞിട്ടും സ്കൂൾ അടച്ചു പൂട്ടിയില്ല. മഴക്കാലത്ത് കലങ്ങി മറിഞ്ഞൊഴുകുന്ന കടലുണ്ടിപ്പുഴയെ മുറിച്ചു കടന്ന് അധ്യാപകൻ അബ്ദുൽ മാലിക് സ്കൂളിലേക്ക് വന്നുകൊണ്ടേയിരുന്നു. 2000-ൽ ദേശീയ അന്തർദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തു. ഒറ്റ അധ്യാപകൻ, ഒറ്റ വിദ്യാർത്ഥി. കടലുണ്ടിപ്പുഴ കടന്നു വരുന്ന വിദ്യാർത്ഥിയും അധ്യാപകനും. പിന്നീട് കടലുണ്ടി പുഴയ്ക്ക് കുറി ഒരു പാലം വന്ന് നിങ്ങൾക്കറിയാം. ബോട്ട് സർവീസുകളുണ്ടായി. പടിഞ്ഞാട്ടുപടി സ്കൂളിലേക്ക് പിന്നെ കുട്ടികൾ വരാൻ തുടങ്ങി. പക്ഷേ എല്ലാ പ്രതിസന്ധികളും മറികടന്ന് ഇസ്മയിൽ എന്നൊരൊറ്റ കുട്ടിക്ക് വേണ്ടി സ്കൂളിലേക്ക് വന്ന അധ്യാപകൻ കാണിച്ച മനസ്സുണ്ടല്ലോ, അത്ര കരുതലുണ്ടായിരുന്നു അധ്യാപകൻ ആ വിദ്യാർത്ഥിയോട്. ഇസ്മയിലിന് നല്ലൊരു ഭാവി ഉണ്ടാകണമെന്ന് അധ്യാപകൻ ആഗ്രഹിച്ചു. കടലുണ്ടിപ്പുഴ നീന്തി കടക്കുമ്പോഴും ആ അധ്യാപകൻ്റെ മനസ്സിൽ ആ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ. ഇത്രയും ത്യാഗമൊന്നും ഒരു അധ്യാപകൻ ഈ കാലത്ത് സഹിക്കണമെന്നില്ല. ക്ലാസ്സിൽ വന്നിരിക്കുന്ന കുട്ടികളെ കേൾക്കാനും അവർക്ക് സംസാരിക്കാനും അവരുടെ മാനസിക വൈഷമ്യങ്ങൾ മനസ്സിലാക്കാനുമെങ്കിലും ഒരു അധ്യാപകൻ ശ്രദ്ധിക്കണം. കാതു കൊടുക്കാതിരിക്കുകയും കർക്കശമായി ശാസിക്കുകയും ചെയ്താൽ കുട്ടികൾ ചിലപ്പോൾ സെൻസിറ്റീവായ ഒരു തലമുറയുടെ പ്രതിനിധി ആയതുകൊണ്ട് തന്നെ ആവശ്യമില്ലാത്ത വഴിയിലേക്ക് ചിന്തിച്ചെന്ന് വരും. കുട്ടികൾ ഓർക്കേണ്ട കാര്യം, നിങ്ങൾ അധ്യാപകരുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ശിക്ഷാ നടപടി ഏറ്റുവാങ്ങുകയോ ശാസനകൾ കിട്ടുകയോ ചെയ്താൽ വീട്ടിൽ പോയി മാതാപിതാക്കളോടോ അതല്ലെങ്കിൽ ഏറ്റവും അടുപ്പുള്ള കൂട്ടുകാരോടോ പറഞ്ഞ് സമാധാനിക്കണം. നിങ്ങൾ വേറെ തീരുമാനങ്ങളൊന്നും എടുക്കരുത്. എന്നാൽ അധ്യാപകർ ശ്രദ്ധിക്കേണ്ട കാര്യം, തങ്ങളുടെ മുന്നിലിരിക്കുന്ന കുട്ടികൾ കുട്ടിത്തമുള്ളവരാണ്. അവരുടെ കുട്ടിത്തത്തെ വെല്ലുന്ന രീതിയിൽ നമ്മളും കുട്ടികളായി മാറരുത് എന്ന് അധ്യാപകർ മനസ്സിലാക്കണം. എല്ലാവരെ കുറിച്ചുമല്ല ഞാൻ പറയുന്നത്. അധ്യാപകർ ദൈവതുല്യരാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാനും ഒരു മാഷായിരുന്നു. അതുകൊണ്ടാണ് പറയുന്നത്. ഓക്കെ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.